ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം മർക്കോസ് ബ്രോനോയിൽ എഴുതപ്പെട്ട കർത്താവിന്റെ വിശ്വാസവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനം. ഈ വേദഭാഗത്ത് നാം കാണുന്നത് കർത്താവിൻ്റെ അടുക്കിലേക്ക് വലിയൊരു ജനാവലി കടന്നു വരുന്നുണ്ട്. കർത്താവ് അവരോട് ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുകയും അവരിൽ രോഗികളായവരെ സൗഖ്യപ്പെടുത്തുകയൊക്കെ ചെയ്ത് കർത്താവിനോടുകൂടെ ഈ ജനം കഴിയുമ്പോൾ 3 ദിവസം ആകുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് പറയുകയാണ്, എനിക്ക് ഈ ജനത്തിൻ്റെ മേൽ മനസ്സലിവ് തോന്നുന്നു, അനുകമ്പ തോന്നുന്നു. ഇവർ ദൂരദേശത്തു നിന്ന് വന്നവരാണ്, ആയതിനാൽ ഇവർക്ക് നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുക്കണം. ഇവരെ ആഹാരം കൊടുക്കാതെ പറഞ്ഞു വിട്ടാൽ ഒരുപക്ഷെ അവർ വഴിയിൽ വീണു പോകാനായിട്ട് ഇടയായിത്തീരും. പ്രിയപ്പെട്ടവർ, നമ്മളിവിടെ കാണുന്നത് തൻ്റെ അടുക്കലിരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും കർത്താവിന് വിചാരമുണ്ടെന്ന വലിയൊരു കാര്യമാണ് നമ്മൾ ഓർമ്മിപ്പിക്കുക. കർത്താവ് അവരെല്ലാം അവരുടെ മനസ്സിലെ വിചാരങ്ങളും വികാരങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അവരോട് കർത്താവ് അനുകമ്പ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവരോടും നമുക്കും മനസ്സലിവ് തോന്നുവാനും അനുകമ്പ കാണിക്കുവാനും ഇടയായിത്തീരണം. മറ്റുള്ളവരുടെ വേദനയും സങ്കടവും പ്രയാസങ്ങളും കാണുമ്പോൾ ഒരു നിർവികാരതയോടെ നമ്മൾ കടന്നു പോകാതെ അത് നമ്മുടെ പ്രശ്നമായി കണ്ടുകൊണ്ട് അവരെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാനും അവർക്ക് വേണ്ട കൈത്താങ്ങലുകളും അവർക്ക് വേണ്ടതായ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ക്രിസ്തുവിനുണ്ടായിരുന്ന അനുകമ്പ നമുക്കും ഉണ്ടാകുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും അവരെ സഹായിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.